അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹായ് ലേണേഴ്സ്, നമ്മൾ ലോകഗീത് നാടൻ പാട്ടുകളെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജബ് കിസി ലഡ്കിക്ക് ഷാദി ഹോത്തി ഹെ, ജബ് എപ്പോഴാണോ കിസി ലഡ്കിക്ക് ഷാദി ഹോത്തി ഹെ, ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ ഷാദി ഹോത്തി ഹെ വിവാഹമാകുന്നത്, തോ അപ്പോൾ ഉസ്കി സഹീലിയാം അവളുടെ കൂട്ടുകാരികൾ, ഓർ ദൂസരി അസീസ് അല്ലെങ്കിൽ മറ്റുള്ള അസീസ് പ്രിയപ്പെട്ട റിഷ്തേദാർ ഔറത്തേം, റിഷ്തേദാർ എന്ന് പറഞ്ഞാൽ കുടുംബക്കാരായ ഔറത്തേം സ്ത്രീകൾ, അവരൊക്കെ ഇങ്ങനെ നാടൻ പാട്ട് പാടും. ഏത് നാടൻ പാട്ടാണ് പാടുക? കാഹേക്കോ ബയാഹി ബദീസ്, കാഹേക്കോ എന്തുകൊണ്ടാണ്, കാഹെ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്, ബയാഹി, ബയാഹി എന്ന് പറഞ്ഞ ഒരു പക്ഷിയുടെ പേരാണ്, ആ പക്ഷിയെ ബദീസ് വിദേശത്തേക്ക് അയക്കുന്നത്. അപ്പോൾ ഒരു പെൺകുട്ടിയെ മറ്റൊരു വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാട്ട് പാടുന്നത്. എന്തുകൊണ്ടാണ് ഈ പക്ഷിയെ വിദേശത്തേക്ക് പറഞ്ഞയക്കുന്നത്? അല്ലെങ്കിൽ ബാബിൽ മോര നീഹർ ചോട്ടോ ഹി ജായ, ഈ പാട്ട് പാടും. ബാബിൽ എന്ന് പറഞ്ഞാൽ വിരഹഗാനം, മോര എന്ന് പറഞ്ഞാൽ മേര, എൻ്റെ അർത്ഥം, എൻ്റെ എന്നാണ് അർത്ഥം. നീഹർ എന്ന് പറഞ്ഞാൽ വധുവിൻ്റെ വീട്, വധുവിൻ്റെ വീടിനെ പറയാം. ചോട്ടോ ഹി ജായ എന്തുകൊണ്ടാണ് ഉപേക്ഷിച്ച് പോകുന്നത്, എന്തുകൊണ്ടാണ് വധുവിൻ്റെ വീട് ഉപേക്ഷിച്ചു കൊണ്ട് പോകുന്നത് എന്നാ പാട്ട് പാടും. അല്ല, ബാബിൽ മോര നീഹർ ചോട്ടോ ഹി ജായ, വധുവിൻ്റെ വീട് ഉപേക്ഷിച്ച് പോകുമ്പോഴുള്ള വിരഹഗാനം, ബാബിൽ എന്ന് പറഞ്ഞ വിരഹഗാനം. ഈ രണ്ട് പാട്ടുകളാണ് ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് പാടുക. ജയ്സെ ഇങ്ങനെയുള്ള ദർദ് ബരെ ഗീത് ഗാത്തി ഹെ, ഇങ്ങനെയുള്ള വേദന നിറഞ്ഞ, ദർദ് ബരെ എന്ന് പറഞ്ഞാൽ വേദന നിറഞ്ഞ പാട്ട് പാടുന്നു. ഇസി തുറഹ് ഈ രൂപത്തിൽ ജബ് സവൻ ആത്താ ഹെ, എപ്പോഴാണോ മഴക്കാലം വരുന്നത്, ഓർ കിസി നൗ ബയഹ്ത ലഡ്കിക്കോ, അല്ലെങ്കിൽ ഏതെങ്കിലും, നൗ ബയഹ്ത എന്ന് പറഞ്ഞാൽ പുതുതായി കല്യാണം കഴിഞ്ഞ എന്നാണ് അർത്ഥം. അപ്പോൾ കിസി നൗ ബയഹ്ത ഏതെങ്കിലും പുതുതായി കല്യാണം കഴിഞ്ഞ ലഡ്കിക്കോ പെൺകുട്ടിക്ക്, സുസ്രാൽമേം തൻ്റെ ഭർത്തൃ വീട്ടിൽ, സുസ്രാൽ എന്ന് പറഞ്ഞാൽ ഭർത്തൃഗൃഹം, സുസ്രാൽമേം ഭർത്താവിൻ്റെ വീട്ടിൽ, അപ്നേമാം തൻ്റെ സ്വന്തം ഉമ്മയെയും ബാപ്പ് ഉപ്പയെയും. അപ്പോൾ ഒരു പെൺകുട്ടി കല്യാണം കഴിച്ച ഭർത്താവിൻ്റെ വീട്ടിലാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഭർത്താവിൻ്റെ വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തൻ്റെ സ്വന്തം വീട്ടിലെ ഉപ്പയെയും ഉമ്മയെയും, ബായി സഹോദരനെയും, ഓർ ഹം ജൂലിയോം കി യാദ്, അതുപോലെ തൻ്റെ ഹം ജൂലിയോം എന്ന് പറഞ്ഞ കൂട്ടുകാരികളുടെയും യാദ് ഓർമ്മ, സത്താത്തി ഹെ അവളെ ശല്യപ്പെടുത്തുന്നു. തോ അപ്പോൾ അവൾ ബഡേ ദർദ് ബരെ അന്താസ്മേം വലിയ വേദന നിറഞ്ഞ അന്താസ്മേം ശൈലിയിൽ, അന്താസ് എന്ന് പറഞ്ഞ ശൈലിയിൽ, ഗുൻഗുനാത്തി ഹെ പാട്ട് പാടുന്നു. അമ്മ മേരെ ബാവാ കോ ബേജോജി കെ സാവൻ ആയ, അമ്മ എൻ്റെ ഉമ്മ, മേരെ ബാവോ കോ ബേജോജി എൻ്റെ ഉപ്പയെ നിങ്ങൾ അയക്കൂ, കെ എന്തെന്നാൽ സാവൻ ആയ മഴക്കാലം വന്നിരിക്കുന്നു എന്ന പാട്ട് പാടുവത്രേ ആ പെൺകുട്ടി. നാടൻ പാട്ട് മനസ്സിലായില്ലേ? അമ്മ എൻ്റെ ഉമ്മ, മേരെ ബാവാക്കു ബേജോ, അമ്മ മേരെ ബാവാക്കു ബേജോജി എൻ്റെ ഉപ്പയെ പറഞ്ഞയക്കൂ, കെ എന്തെന്നാൽ സാവനായ മഴക്കാലം വന്നിട്ടുണ്ട്. ഇസി തൊറഹ് ഈ രൂപത്തിൽ, ലഡുക്കോം കി ഷാദീമേം ആൺകുട്ടിയുടെ കല്യാണത്തിലും, ഷാദീമേം ബി, എന്താ ബീൻ്റെ അർത്ഥം? എന്നർത്ഥത്തിൽ. അപ്പോൾ പെൺകുട്ടിയുടെ കല്യാണം പറഞ്ഞു, അതേ രൂപത്തിൽ ലഡുക്കോം കി ഷാദീമേം ബി ആൺകുട്ടിയുടെ കല്യാണത്തിലും, എന്ന് പറയില്ല, അതിനാണ് ബി പറയാം. ആൺകുട്ടിയുടെ കല്യാണത്തിലും ഗാനെ ഗായ ജാതിയെ, ഇങ്ങനെ ഗാനങ്ങൾ, പാട്ടുകൾ പാടപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വെറും പെൺകുട്ടിയുടെ കല്യാണത്തിന് മാത്രമാണോ ഇങ്ങനെ പാട്ടുണ്ടാവുക? അല്ല, ആൺകുട്ടിയുടെ കല്യാണത്തിനും ഇങ്ങനെയുള്ള പാട്ടുകൾ ഉണ്ടാകും. ലോകഗീതോമേ ഇങ്ങനെയുള്ള നാടൻ പാട്ടുകളിൽ ദീഹാത്ത് ഗ്രാമങ്ങൾ, ഓർ കസ്ബാത്ത് കി അതുപോലെ നഗരങ്ങളുടെ, സമാജി ജിന്ദഗി കി സാരേ രംഗ്, സമാജി ജിന്ദഗി എന്ന് പറഞ്ഞാൽ സാമൂഹിക ജീവിതം, സാമൂഹിക ജീവിതത്തിൻ്റെ സാരേ രംഗ്, സാമൂഹിക ജീവിതത്തിൻ്റെ എല്ലാ വർണ്ണങ്ങളും എല്ലാ നിറങ്ങളും, സോഫ് നസർ ആത്തേ ഹെ വ്യക്തമായി കാണപ്പെടുന്നു. ഇങ്ങനെ നാടൻ പാട്ടുകളിൽ ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും സാമൂഹിക ജീവിതത്തിൻ്റെ എല്ലാ നിറങ്ങളും വർണ്ണങ്ങളും വ്യക്തമായി കാണപ്പെടുന്നു. രംഗ് എന്ന് പറഞ്ഞാൽ നിറം എന്നാണ് അർത്ഥം. അഗർ ഷാദിക്ക അഗർ ഹോത്തോ, അപ്പോൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളും ഈ നാടൻ പാട്ടുകൾ സ്പർശിക്കുന്നു എന്നർത്ഥം. ഇനിയിപ്പോൾ ഒരു കല്യാണ വീടാണെങ്കിൽ അവിടെ എന്തൊക്കെയാണ് ആ നാടൻ പാട്ടിൽ ഉൾക്കൊള്ളുക എന്നാണ് പറയാൻ പോകുന്നത്. അഗർ ഷാദി ക ഗർ ഹോത്തോ,
ഇനി കല്യാണ വീടാണെങ്കിൽ ഗർക്കി സജാവട്ട്, നാടൻ പാട്ടിൽ എന്തൊക്കെ ഉൾപ്പെടും എന്ന് പറയാണ്. ഗർക്കി സജാവട്ട്, ആ വീടിൻ്റെ സജാവട്ട് അലങ്കാരം. ദൂൽഹ, ദൂൽഹ എന്ന് പറഞ്ഞാൽ പുതുമണവാളൻ. ഈ വാക്കുകളൊക്കെ ശ്രദ്ധിക്കണേ, കുറേ പുതിയ പദങ്ങളുണ്ട്, അത് എഴുതിയെടുക്കണം. ദൂൽഹ പുതുമണവാളൻ, ദുൽഹൻ പുതുമണവാട്ടി, മഹ്മാനും കി സജ്ദജ്, മഹ്മാൻ എന്ന് പറഞ്ഞാൽ അതിഥി എന്നാണ് അർത്ഥം. അപ്പോൾ മഹ്മാനും കി സജ്ദജ്, ഈ അതിഥികളുടെ സജ്ദജ് പ്രൗഢി, അല്ലെങ്കിൽ മഹ്മാനും കി സജ്ദജ്, സജ്ദജ് എന്ന് പറഞ്ഞാൽ അലങ്കാരം തന്നെ, സജാവട്ടിൻ്റെ അർത്ഥമാണ് അലങ്കാരം. മഹ്മാനും കി സജ്ദജ്, ഈ അതിഥികളുടെ അലങ്കാരം. ബാറാത്തിയോം കി നാസ് നഹ്റെ, ഈ ബാറാത്തിയോം എന്ന് പറഞ്ഞാൽ ഈ വിവാഹ സംഘങ്ങൾ ഉണ്ടാവില്ലേ, വിവാഹ പാർട്ടികൾ. ബാറാത്തിയോംകോ ഈ വിവാഹ പാർട്ടികളുടെ നാസ് നെഹ്റെ അവരുടെ പ്രൗഢികൾ. സംദനവും, സംദനവും എന്ന് പറഞ്ഞ അമ്മായി അമ്മമാർ, സംദനവും അമ്മായി അമ്മമാർ. പർക്കി ജാനെ വാലി, പർക്കി ജാനി വാലി ഉണ്ടാക്കുന്ന ചോട്ടെ മുറിവുകൾ. അപ്പോൾ അമ്മായി അമ്മമാർ ഉണ്ടാക്കുന്ന മുറിവുകൾ. ഓർ ബപ്തിയാം, ബപ്തിയാം അവരുടെ പരിഹാസങ്ങൾ. സാസ് നന്ദോം കി തക്രാർ, സാസ് നന്ദോം കി തക്രാർ എന്ന് പറഞ്ഞാൽ, സാസ് നന്ദ് എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ സഹോദരിമാർക്ക് പറയാം. അപ്പോൾ സാസ് നന്ദോം കി തക്രാർ, ഭർത്തൃ സഹോദരിമാർ ഉണ്ടാക്കുന്ന തക്രാർ വാദങ്ങൾ. ദേവർ ബാബി കി ചീട്ട് ചാട്ട്, ദേവർ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ സഹോദരൻ എന്നാണ് അർത്ഥം. ദേവർ ബാബി എന്ന് പറഞ്ഞാൽ ഭർത്തൃ സഹോദരൻ്റെ ഭാര്യമാർക്കാണ് ദേവർ ബാബി എന്ന് പറയുക. അപ്പോൾ ദേവർ ബാബിക്ക് ഭർത്തൃ സഹോദരൻ്റെ ഭാര്യമാരുടെ ചീട്ട്ചാട്ട് കുറ്റപ്പെടുത്തലുകൾ. ചീട്ട്ചാട്ട് എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തലുകൾ. രത് ജഗെ, രത് ജഗെ എന്ന് പറഞ്ഞാൽ രാത്രി ഉറക്കമൊഴിക്കലുകൾ. സഹിറെ, സഹിറെ എന്ന് പറഞ്ഞാൽ വിവാഹപ്പാട്ടുകൾക്കാണ് പറയാം. സഹിറെ വിവാഹപ്പാട്ടുകൾ. മിന്നത്തെ അപേക്ഷകൾ. റൊഹ്സത്തി വേർപാട്. ജൂമർ ടീക്ക എന്ന് പറഞ്ഞാൽ രണ്ടും ഒരു പദമാണ്, ഒരേ മുത്തറാത്തിഫാണ്. അതായത് പെൺകുട്ടികൾ നെറ്റിയിൽ ഇടുന്ന ആഭരണത്തിനാണ് ജൂമർ ടീക്ക എന്ന് പറയാം. അപ്പോൾ ജൂമർ ടീക്ക എന്ന് പറഞ്ഞാൽ നെറ്റിയിലെ ആഭരണങ്ങൾ. അതുപോലെ മഹന്തി എന്ന് പറഞ്ഞാൽ മൈലാഞ്ചി. ഉബ്ഡൻ എന്ന് പറഞ്ഞാൽ സൗന്ദര്യ ക്രീം. അതുപോലെ ലാൽ ബന്നെ ചുവപ്പ് കൊണ്ടുണ്ടാക്കിയ, ഓർ ഹരിയാലി ബന്നൈക്ക ലിബാസ് അല്ലെങ്കിൽ പച്ച കൊണ്ടുണ്ടാക്കിയ സാര ലിബാസ് എല്ലാ വസ്ത്രവും. ഓർ തമാം ജുയൂറാത്ത് അല്ലെങ്കിൽ എല്ലാ ജുയൂറാത്ത് എന്ന് പറഞ്ഞ ആഭരണം. ഉന്മേ മൗജൂദ്, ഇതൊക്കെ നമ്മുടെ നാടൻ പാട്ടിൽ ഉണ്ടാവും. നാടൻ പാട്ട് ഒരു കല്യാണ വീടിനെ കുറിച്ചാണെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളും. ബർസാത്ത് ക ബയാൻ ഹോത്തോ, ഇനി മഴക്കാലത്തെയാണ് വിശദീകരിക്കുന്നത്. ഇനി നമ്മുടെ നാടൻ പാട്ട് മഴക്കാലത്തെയാണോ വിശദീകരിക്കുന്നതെങ്കിൽ തോ അപ്പോൾ ബിജിലി കരണ്ട്, കോയിൽ നമ്മുടെ എന്താ പറയുക കോയിലിന്, കുയില്. അതുപോലെ മോർ മയിൽ, കൗവ, കൗവ എന്ന് പറഞ്ഞാൽ കാക്ക. അതുപോലെ പപ്പീഹ എന്ന് പറഞ്ഞ ഒരു പക്ഷിയുടെ പേരാട്ടോ, അതിൻ്റെ ചിത്രം ഞാൻ വിട്ടുതരാം. നദി നാലി എന്ന് പറഞ്ഞാൽ നദികൾ. താൽ തലിയ എന്ന് പറഞ്ഞാൽ, താൽ എന്ന് പറഞ്ഞാൽ കുളം, തലിയ എന്ന് പറഞ്ഞാൽ ചെറിയ കുളം. ബാഗ് എന്ന് പറഞ്ഞാൽ പൂന്തോട്ടം. ബഗീജെ എന്ന് പറഞ്ഞാൽ ചെറിയ പൂന്തോട്ടം. ഓർ ജൂലെ, അതുപോലെ ജൂലെ എന്ന് പറഞ്ഞാൽ ഊഞ്ഞാൽ. ഓ ഐറ സബ് ഷാമിൽ ഹെ, എല്ലാ കാര്യങ്ങളും ഉണ്ടാകും. ഓർ ജാന്താറോ കാ സിക്ർ ഹോത്തോ, ഇനി ജാന്താർ എന്ന് പറഞ്ഞ അനിമൽസ് മൃഗങ്ങൾ. അപ്പോൾ ജാന്താറോ കാ സിക്ർ ഹോത്തോ, ഇനി നമ്മൾ അനിമൽസിനെ കുറിച്ചാണ് നാടൻ പാട്ട് പറയുന്നതെങ്കിൽ ഗായെ പശു, ബീൻസ് പോത്ത്, മുറഹി എന്ന് പറഞ്ഞാൽ കോഴി, ഗോഡ എന്ന് പറഞ്ഞാൽ കുതിര, ഗദ്ദ എന്ന് പറഞ്ഞാൽ കഴുത, കുത്ത എന്ന് പറഞ്ഞാൽ നായി, ബില്ലി എന്ന് പറഞ്ഞാൽ പൂച്ച, മക്കി എന്ന് പറഞ്ഞാൽ ഈച്ച. ഓറസ് ചുരുക്കത്തിൽ ഇതൊക്കെ നമ്മുടെ നാടൻ പാട്ടുണ്ടാകും. ഓറസ് ചുരുക്കത്തിൽ കോയി ഗോഷ ഐസ നെഹോക, ചുരുക്കത്തിൽ ഗോഷ എന്ന് പറഞ്ഞാൽ കോർണർ, മൂല എന്നാണ് അർത്ഥം, മൂല. അപ്പോൾ കോയി കോശ ഐസ നെഹോക, ഒരു മൂലയും ഇങ്ങനെ ഉണ്ടായിരിക്കുകയില്ല. ജോ എന്തെന്നാൽ ജോ അവ ലോ ഗീതോമെ ന ആയോഹോ, നമ്മുടെ നാടൻ പാട്ടുകളിൽ വരാത്തതായ ഒരു മൂലയും ഉണ്ടാവുകയില്ല കേട്ടോ. അപ്പോൾ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും എല്ലാ ഭാഗങ്ങളും നാടൻ പാട്ട് സ്പർശിക്കുമെന്നർത്ഥം. ലോ ഗീത് യോം തോ, ലോ ഗീത് യോം തോ ഇപ്രകാരമാണ്. യോം തോ ഇപ്രകാരം, യോം തോ എന്ന് പറഞ്ഞാൽ ഇപ്രകാരം. ഹർ സബാൻ മേം ഓത്തേ ഹെ, എല്ലാ ഭാഷയിലും ഉണ്ട്. ലേക്കിൻ പക്ഷേ ഷിമാലി ഹിന്ദുസ്ഥാൻ കി ബുർജ് ഭാഷ,
നമ്മുടെ നോർത്ത് ഇന്ത്യയിലെ ഉത്തരേന്ത്യയിലെ ബുർജ് ഭാഷ എന്ന് പറയുന്ന ഭാഷയിലും ഔദി എന്ന് പറയുന്ന ഭാഷയിലും ഒരു ഭേജ്പൂരി എന്ന് പറയുന്ന ഭാഷയിലും ജോ ഗീത് ഗായ ജാത്ത ഹെ, ഏത് പാട്ടാണോ പാടപ്പെടുന്നത്, ഇപ്പോൾ ഈ പറഞ്ഞ 3 ഭാഷയിൽ ഏത് പാട്ടാണോ ആ ഭാഷയിൽ പാടപ്പെടുന്നത്, അവാം മേം പൊതുജനങ്ങളിൽ ഉൻകി മഖ്ബൂലിയത്ത്, അതിൻ്റെ സ്വീകാര്യത ബഹുത്ത് ഹെ, വളരെ വലുതാണ്, വളരെ അധികമുണ്ട്. അപ്പോൾ ഈ ഭാഷകളിൽ നാടൻ പാട്ട് പാടുമ്പോൾ അതിന് വളരെയധികം സ്വീകാര്യത ജനങ്ങളിൽ ഉണ്ട്. ഉന്മേ ജബാൻ, ആ ഭാഷകളിൽ ജബാൻ നെ ജാനെ വാലോം കെലിയെ, ഭാഷ അറിയാത്തവർക്ക് പോലും, ജബാൻ നെ ജാനെ വാലോം കെലിയെ, ഭാഷ അറിയാത്തവരും അവരും ഒയർ മഅ്മൂലി കശിഷ് ഓത്തി ഹെ, ഒയർ മഅ്മൂലി അസാധാരണമായി, കശിഷ് ഓത്തി ഹെ അതിലേക്ക് ആകർഷിക്കുന്നു. അപ്പോൾ ഈ ഭാഷകളിലുള്ള നാടൻ പാട്ടുകൾ അത് ഭാഷ അറിയാത്തവർ പോലും അതിലേക്ക് ആകർഷിക്കുന്നു എന്നർത്ഥം. കശ്മീരി, ഇനി കുറച്ച് വേറെ ഭാഷയിലെ നാടൻ പാട്ടുകൾ പറയാം. കശ്മീരി, ഹരിയാനവി, പഞ്ചാബി, ബംഗാളി, മാലവി और രാജസ്ഥാനി ലോകഗീതോं का बड़ा प्यारा अंदाज है. ഈ ഭാഷയിലൊക്കെ രാജസ്ഥാനി ലോകഗീതോं का, അപ്പോൾ ഈ ഭാഷയിലൊക്കെ ഉള്ള ലോകഗീതോं का, ഈ നാടൻ പാട്ടുകൾക്ക് ബഡ പ്യാര അന്താസ് ഹെ, വളരെ വലുതായ പ്രിയപ്പെട്ട ശൈലിയാണ്. അന്താസ് എന്ന് പറഞ്ഞാൽ ശൈലിയാണ്, മുമ്പെന്ന പദമാണ്. ഖാസ് തൂർ പർ പ്രത്യേകിച്ചും രാജസ്ഥാനി ലോകഗീത്, നമ്മുടെ രാജസ്ഥാനി ലോകഗീത് तो अपने रक्स और മൂസിക്കി का वजह से ज़्यादा मकबूल है. അപ്പോൾ ഇനി രാജസ്ഥാനി സംഗീതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പിനെ റക്സ്, അതിൻ്റെ ഡാൻസിൻ്റെയും അതിൻ്റെ മൂസിക്കി വജീസ്, അതിൻ്റെ മ്യൂസിക്കിൻ്റെയും കാരണത്താൽ, കീ വജീസ് എന്ന് പറഞ്ഞാൽ കാരണത്താൽ, സിയാദ മക്ബൂൽ ഹെ, അതിന് വളരെയധികം സ്വീകാര്യതയുണ്ട്. അപ്പോൾ 2 കാരണങ്ങളാണ് അവിടെ ഉള്ളത്. അവിടുത്തെ ഡാൻസ്, അവിടുത്തെ മ്യൂസിക് കാരണം രാജസ്ഥാനി സംഗീതത്തിന് വളരെയധികം സ്വീകാര്യതയുണ്ട്. കോൻ ഹോഗ, ആരാണ് ഉണ്ടാവുക, ജിസ്നെ അവൻ, രാജസ്ഥാൻ കാ യേ മഷ്ഹൂർ ലോകഗീത്, രാജസ്ഥാനിൻ്റെ ഈ മഷ്ഹൂർ പ്രസിദ്ധമായ ലോകഗീത് നാടൻ പാട്ട് നെ സുനാ ഹോഗ, കേട്ടിട്ടില്ല. ഏതാണ് ആ നാടൻ പാട്ട്? പല്ലോ ലഡിക്കെ ഗോരി കോ പല്ലോ ലഡിക്കെ എന്നൊരു രാജസ്ഥാനിത്തെ മനോഹരമായ പാട്ടാണ് അത്ര. അത് കേൾക്കാത്തവർ ആരാണ് ഉണ്ടാവുക എന്നാണ് ചോദിക്കുന്നത്. ഏതായാലും ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അറിയില്ല. അപ്പോൾ ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ആരാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനുണ്ട് എന്നാണ് മറുപടി. അപ്പോൾ രാജസ്ഥാൻ കാ യേ മഷ്ഹൂർ ലോകഗീത്, രാജസ്ഥാൻ്റെ ഈ പ്രസിദ്ധമായ ഈ നാടൻ പാട്ട് എന്താണ്? നാടൻ പാട്ട് പല്ലോ ലടുക്കെ ഗോരി കോ പല്ലോ ലടുക്കെ, ഇതാണ് പാട്ട്. പല്ലോ എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിൻ്റെ അറ്റത്തിനാണ് പറയാം. ലടുക്കെ അതിങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. ഗോരി എന്ന് പറഞ്ഞാൽ വെളുത്ത കുട്ടി. അപ്പോൾ വെളുത്ത കുട്ടിയുടെ ഈ വസ്ത്രത്തിൻ്റെ തല ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അത് ജസ്റ്റ് മെയിൻറ്റി ഒന്നും വേണ്ട, പോട്ടെ. അപ്പം ആ പാട്ട് ഇങ്ങനെ പാടുന്നു. ടെലിവിഷൻ ഓർ ഫിലിമോനെ ബി, ടെലിവിഷനിലും ഫിലിമിലും ലോകഗീതോं को, ഈ നാടൻ പാട്ടുകൾക്ക് ബഡാ റിവാജ് ദിയാ ഹെ, വളരെ അധികം റിവാജ് എന്ന് പറഞ്ഞാൽ സമ്പ്രദായം, രീതി എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഫിലിമിൻ്റെയും ടെലിവിഷൻ്റെ ഒക്കെ ഒരു രീതി, ഒരു സമ്പ്രദായമായിട്ട് ഈ നാടൻ പാട്ടുകൾ മാറിയിട്ടുണ്ട് എന്ന്, രീതിയായിട്ട് സമ്പ്രദായമായിട്ട് മാറിയിട്ടുണ്ട് എന്നർത്ഥം. ഉൻ ലോകഗീതോമേ, ഇങ്ങനെയുള്ള നാടൻ പാട്ടുകളിൽ ഹമാര തെഹ്സീബ്, നമ്മുടെ സംസ്കാരം, രച്ചി ബസീഹെ, നമ്മുടെ സംസ്കാരം എന്താകുന്നു? ആകർഷിക്കുന്നു എന്നർത്ഥം. റച്ചി ബസീഹെ എന്ന് പറഞ്ഞാൽ ആകർഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് ലോകഗീത് എന്ന പാഠം കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ മഷ്കുമായി നമുക്ക് കണ്ടുമുട്ടാം. വാഹൃദ വാനാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.